നമസ്കാരം, സ്വാഗതം. ലോകമെമ്പാടുമുള്ള ഹലോ മൂവിയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. നമസ്കാരം, സ്വാമി ശരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്പൽപ്പാട താക്കുരുളി അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അതിന്റെ വൈസ് പ്രസിഡന്റ്, പിന്നെ ഭക്തജനങ്ങൾ, അങ്ങനെ എല്ലാവരും ഉണ്ട്. എത്ര വർഷമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തില് 25 വർഷമായിട്ട് ഞാൻ സെക്രട്ടറി ആയിട്ടും അല്ലാതെ പല മെമ്പറുമായിട്ടും ഇവിടെ പൂജകൾ ചെയ്തും അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. എന്താണ് അടുത്തൊരു പരിപാടി? കൊടിമരത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കൊടിമരം നിൽക്കത്തില്ല, അതിനുള്ള സ്ഥലമില്ല. ആ കൊടിമരത്തിന്റെ സ്ഥലത്തിലാണ് നമ്മളിപ്പം ഈ ജീവസംഭവം വെച്ചേക്കുന്നത്. കാരണം ഞാൻ പല ക്ഷേത്രങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഷർട്ട് ഊരിയിട്ട് വേണം അകത്തോട്ട് പോകാൻ. എന്താണ് അങ്ങനെ ഒരു? ആണുങ്ങൾക്ക് ഷർട്ട് ഊരിയേ അകത്തേക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതെന്നുള്ളതാണ്. അത് ആദ്യം മുതലേ ഇങ്ങനെ ആയിരുന്നു. ആദ്യം മുതലേ ഇങ്ങനെ. പ്രശ്നം വെച്ചപ്പോ പറഞ്ഞാണോ ഇങ്ങനെ? അല്ല, കേരള സ്റ്റൈലിലാണ് ഇതിന്റെ അമ്പലത്തിന്റെ രൂപകൽപ്പന തന്നെ. കേരളത്തിന്റെ മോഡലാണ്. അപ്പൊ അവിടുത്തെ ആചാരപ്രകാരമാണ് നമ്മളിവിടെ പൂജകളും എല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിൽ എങ്ങനെയാണ് അമ്പലത്തിൽ പ്രവേശനം, അതേപോലെയാണ് നമ്മളിവിടെ അമ്പലത്തിൽ പ്രവേശനം ചെയ്തിരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അങ്ങനെയാണല്ലോ, ഡ്രസ് ഊരിട്ടേ പോകാൻ പാടുള്ളൂ. ആ ഒരു ശബരിമലയിൽ ഷർട്ട് കയറാം, എല്ലാവരും കയറാമല്ലോ. നമ്മള് അറിഞ്ഞുകൊണ്ട് അങ്ങനെയാണല്ലേ? ദേവിയുടെ പ്രതിഷ്ഠയുള്ള കാരണം ഷർട്ട് ഊരിയിട്ട് കയറണം. ദേവി ഉപദേവതയായിട്ട് ഗണപതി, ദേവി, പിന്നെ നവഗ്രഹങ്ങൾ, സർപ്പമുണ്ട്, നഗരജ. ഈ അമ്പലത്തിന്റെ പ്രത്യേകത അയ്യപ്പനാണ് പ്രാധാന്യമെങ്കിലും ഇവിടെ ഉപദേവതയായിട്ട് ഗുരുവായൂരപ്പനും ശിവനും, അതുകൂടാതെ ഡോംബുല്ലി താക്കുള്ളി ഭാഗത്ത് നമ്മളുടെ ഈ ഏരിയയിലെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് ഈ അമ്പലം നിൽക്കാൻ കാരണം ഇവിടെ നവഗ്രഹങ്ങളും അതുകൂടാതെ നാഗങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. അതാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത ഈ നമ്മളുടെ ഈ ഏരിയയിൽ വെച്ച്. ഏകദേശം എത്ര പേര് വരുന്നുണ്ടാവും ഒരു ദിവസം? ഒരു ദിവസം അങ്ങനെ 100 പേരോളം ദിവസത്തിൽ വരുന്നുണ്ടാവും. പിന്നെ അത് ഓരോ ആഴ്ചയിലും ഇതുമായിരിക്കും. ഇപ്പൊ ശനിയാഴ്ച, ഞായറാഴ്ചകളിൽ, അതായത് വീക്ക് ഡേയ്സിൽ പൊതുവെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും പൊതുവെ നല്ലൊരു, അതായത് കൂടുതൽ ആളുകൾ ഇന്ന സ്ഥലം എന്നില്ല, കല്യാണം നിന്ന്, പൻവേലിൽ നിന്ന്, വസായിൽ നിന്ന് പോരും ഇവിടെ. കാരണം ഇതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തിലഹോമങ്ങൾ, ശിവന്റെ പ്രത്യേക പൂജകളും ആരാധനകളും ഉള്ള കാരണം പുറത്തുനിന്നുള്ള ആളുകൾ പലരും ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് പല പൂജകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ദൂരത്തുനിന്ന് പോലും വരാറുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ശരിയാണ്. എനിക്കൊന്ന് അടുത്ത് ശിവക്ഷേത്രം അടുത്ത് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെയാണോ ഉള്ളത്? ഇവിടെ അടുത്ത ശിവക്ഷേത്രം ഇല്ല. മെയിനായിട്ട് ആൾക്കാർ കൂടുതലും ശിവനെ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് വരാറുള്ളത്. എവിടെയാ വരുന്നത് കൂടുതലും? വേറെ അമ്പലമേ ഇല്ലല്ലോ ശിവന്റെ അമ്പലം. മലയാളിയുടെ ശിവക്ഷേത്രം ബോംബെയിൽ എങ്ങും ഇല്ല. ബോംബെയില് പവായിലുണ്ട്. പക്ഷെ ഇതെല്ലാം ഉള്ളത്, അതായത് ശിവനും അയ്യപ്പനും മഹാവിഷ്ണുവും ദേവി, അതുപോലെ നവഗ്രഹങ്ങള്, അതുപോലെ നാഗങ്ങളുടെ, അതായത് ഞങ്ങളിവിടെ എല്ലാ മാസങ്ങളിലും ആയില്യ പൂജ നടത്തുന്നുണ്ട്. പിന്നെ ഉമാമഹേശ്വരി പൂജ എന്നും പറഞ്ഞിട്ട് ശിവന്റെ പൂജ നടത്താറുണ്ട്. ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നവര്, അതുപോലെ തന്നെ ഉമാമഹേശ്വരി പൂജ പറഞ്ഞാൽ ഹിന്ദു ഐഡിയോളജി പ്രകാരം ഏറ്റവും കപ്പിൾ ബോണ്ടിങ് കൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റയുടെ സങ്കല്പമാണ്. നമ്മൾ പറയില്ലേ രാധാകൃഷ്ണ, അല്ലെങ്കിൽ അതുമാതിരി തന്നെയാണ് പവർഫുൾ ഒരു കമ്മ്യൂണിക്കേഷനും കോമ്പൗണ്ടിന്റെയും നല്ലൊരു ഐഡിയോളജിയാണ് ഹിന്ദു സങ്കല്പ പ്രകാരം ഈ ഉമാമഹേശ്വരി പൂജ എന്ന് പറയുന്നത്. ഉമാമഹേശ്വര ഫ്രെയിം. അപ്പൊ അതിനെയാണ് നമ്മൾ പൂജിക്കുന്നത്. അതായത് കല്യാണം നടക്കാത്തവർക്ക്, അല്ലെങ്കിൽ കഴിക്കണം എന്നുള്ളവർക്ക്, നല്ലൊരു വിവാഹം കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കുന്നവർ, പിന്നെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കുറേ കൂടെ ആ ബന്ധം ദൃഢമാകാൻ വേണ്ടിയിട്ടും ഈ ഉമാമഹേശ്വരി പൂജയിൽ ഒരുപാട് പേര്
പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് ഇല്ലെന്ന് തോന്നുന്നു, പ്രസിഡന്റ് വന്നില്ല, നാളെ വരും. ഈ സ്ത്രീകളെ മാത്രം നിങ്ങൾ എന്താ ഉൾപ്പെടുത്താത്തത്? ഇവർ 2 സ്ത്രീകളുണ്ട് അല്ലേ ഈ കമ്മിറ്റിയിലൊന്നും ഇല്ല? ഉദ്ദേശിച്ച് കമ്മിറ്റിയിൽ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ മീറ്റിങ്ങുകളൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് രാത്രി വരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അവരെ ഇതുവരെ എടുക്കാത്തത്. പല പ്രാവശ്യം ചർച്ച വന്നതാണ് നമുക്ക് ലേഡീസ് മെമ്പേഴ്സ് വേണം കമ്മിറ്റിയിൽ എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് നീണ്ടുപോയത്. അങ്ങനെയൊക്കെ വന്ന് സഹകരിക്കണമെന്നും ഈ കമ്മിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? കമ്മിറ്റിയുടെ ഭാഗമാകണോ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് അമ്പല കമ്മിറ്റിയിൽ വരാനും ആക്റ്റീവായിട്ട് അമ്പലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ കുറേ ലിമിറ്റേഷൻസ് നമ്മൾ ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടായിരിക്കും സ്ത്രീകളെ കുറേ പുറകോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മാറ്റണം. അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പുണ്ട് മാളികപ്പുറം. അപ്പൊ അവര് അതുമായിട്ട് ചേർന്നിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്, പല പൂജകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. എനിക്ക് ഈ അമ്പലമായിട്ട് 25 വർഷത്തോളം പഴക്കമുണ്ട്. ഞാനിവിടെ എല്ലാ മാസത്തിലും രാമായണം ഭാഗവതം വായിക്കുന്ന, കർക്കിടക മാസം മുഴുവൻ ഇവിടെ രാമായണ വായനയുണ്ട്. പിന്നെ എത്ര മണി മുതലാണ്? രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ. നിങ്ങൾ എത്ര പേരുണ്ട് വായിക്കോ? അമ്പലം ഒഫീഷ്യേറ്റ് ചെയ്യുന്ന 2 ആളുകളുണ്ട്. പിന്നെ ഞാനിപ്പോൾ വന്നത് അമ്പലത്തിൽ തൊഴാനും ഞാൻ രാമായണം വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ നേരം വന്നിരുന്ന് വായിക്കും. വൃശ്ചിക 1 മുതൽ അയ്യപ്പൻ്റെ മാസത്തിലും മുഴുവൻ മാസത്തിലും ഭാഗവത വായനയുണ്ട്. കർക്കിടക മാസം 1 മുതൽ കർക്കിടകം തീരുന്നത് വരെ രാമായണം വായനയുണ്ട്. അത് ഈ മഹാരാഷ്ട്ര വേറെ ഒരിടം അമ്പലത്തിലും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ അമ്പലം നല്ല പ്രസിദ്ധിയേറിയാണ്. അമ്പലത്തിലെ തിരുമേനിയാണ്. തിരുമേനിയുടെ പേരെന്താണ്? ദിലീപ് കെ ബി ദിലീപ് നമ്പൂതിരി. തൃശ്ശൂരിലാണ് സ്ഥലം. 1 വർഷം കാലയളവായി ഇവിടെ വന്നിട്ട് ദാനങ്ങളൊക്കെ ചെയ്യുന്നു, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതല്ലേ, വളരെ ബുദ്ധിമുട്ടല്ലേ പൂജാരികളെ കിട്ടാൻ? ഇപ്പോൾ ശരിയാണ്, ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമുക്ക് പെർമനന്റ് ആയിട്ട് 2-3 വർഷമായിട്ട് ഇവരെ ഞാൻ സ്ഥിരമായിട്ടുള്ളത്. ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ പൂജാതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്കാണ്? ഇവിടെ രാവിലെ 5:30 നട തുറക്കും. പിന്നെ അയ്യപ്പൻ, വിഷ്ണു, മഹാദേവൻ 3 നടയിലും തുല്യ പ്രാധാന്യമാണ്. തുല്യമായിട്ടുള്ള പൂജാതി കാര്യങ്ങളാണ് നടക്കുന്നത്. രാവിലെ വൈകുന്നേരം ഒരു പൂജ, നൈവേദ്യം, ഗണപതി ഹോമം നിത്യമുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ ഭഗവതി സേവ, പിന്നെ ആയില്യം പൂജ, പിന്നെ ഉമാമഹേശ്വര പൂജ. മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, മലയാള മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. വൃശ്ചിക മാസത്തിൽ കൂടുതലും അല്ലേ അയ്യപ്പൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വരും. മുംബൈയിൽ ഇപ്പൊ ഒരുപാട് ക്ഷേത്രത്തിൽ നിന്നുണ്ട്. ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ആൾക്കാർ വരും. ഡോംബിവലി സൈഡ് മലയാളികൾ കൂടുതലുള്ളതുകൊണ്ട്. തിരുമേനിക്ക് എന്തെങ്കിലും ബോംബെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എത്ര വർഷമായി ബോംബെ? ഒരു 8 വർഷത്തോളമായി. ഇവിടെ ഇപ്പൊ ഒരു 1.5 വർഷത്തോളമായി. അതിനു മുമ്പ് ഇവിടെ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ഓപ്പർ കർണയിലുണ്ടായിരുന്നു. പിന്നെ സയൻസ് ശ്രീകൃഷ്ണ ടെമ്പിളിൽ ഉണ്ടായി. ഇവിടെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അത് തന്നെ. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പനും മഹാവിഷ്ണുവിനും പരമശിവനും 3 തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. മഹാരാഷ്ട്രയിലെ മിക്ക മലയാളി ക്ഷേത്രങ്ങളിലും ആചാരവിധികളും പൂജകളും നടക്കുന്നത് കേരളത്തിലെ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസരിച്ചാണ്. പാൻസ്, ചുരിദാർ തുടങ്ങിയ നഗരത്തിന്റെ തനതു വസ്ത്രധാരണത്തിന് വിലക്കുകളില്ല എന്നത് മാത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ശബരിമല അയ്യപ്പന്റെയും ഒക്കെ മാതൃകയിൽ ക്ഷേത്രമുള്ള നഗരമാണ് മുംബൈ മഹാനഗരം. എത്ര വർഷമായി ബോംബെ വന്നിട്ട്? ബോംബെ വന്നിട്ട് 35 വർഷമായി. ഈ അമ്പലത്തിലോ? ഇവിടെ വന്നിട്ട് 1 വർഷമായി. രണ്ടുപേരും ഹിന്ദി അച്ഛാ, ഹിന്ദി അപ്പൊ ഇവരെങ്ങനെയാണ് ഇപ്പൊ മലയാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടായോണ്ടാണ്? ആണ്, മലയാളികളുണ്ട്. ഇവരാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. ആപ്പ് കിധർ സേ? ബീഹാർ സേ. അടിപൊളി. പ്രത്യേകിച്ച് നമ്മുടെ ഈ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെ പൊതുവെ ആൾക്കാര് മലയാളികളാണ് കൂടുതലുള്ളത്. ഇപ്പം ബീഹാറിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. आपको मालूम है क्या पूजा कैसे चलते हैं अय्यप्पन? ये अभी जब से मैं तो पहले तो मालूम नहीं था, मंडलम पूजा में आया 2 महीना के बाद फिर इधर आया तो मैं अभी पूरा काम जानता है
उसके बाद अभी कोई दिक्कत नहीं। നമ്മുടെ ഈ കണിക്കൊന്ന മിക്കവാറും എന്നും പൂക്കുന്ന ഒരു കണിക്കൊന്നയാണ്. അത് ശരി. അതിൽ ഇപ്പോഴും കൊണ്ട് കണ്ട് കാണാൻ പറ്റും. ശരിയാണല്ലോ, കണിക്കൊന്ന പൂത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കണിക്കൊന്ന, നമ്മുടെ ശിവന്റെ കുളമ, ആല് എന്നുവെച്ചാൽ ഒരു അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്നത് ഒരു ആലാണ് അമ്പലത്തിന്റെ പ്രത്യേകത. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാൻ. അതേപോലെ തന്നെയാണ് കണിക്കൊന്ന. എല്ലാ പ്രാവശ്യവും അതിന്റെ പൂവുണ്ടായിരിക്കും. വിഷുവിന്റെ സമയം വരുമ്പോ ഇലയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തൂങ്ങി 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 ഇങ്ങനെ. ആനന്ദരാജേട്ടൻ അല്ലേ, അമ്പലം പ്രസിഡന്റാണ്. എത്ര വർഷമായിട്ട് പ്രസിഡന്റ് ആണുള്ളത്? അതായത് 1989 ഒരു ഫോട്ടോ വെച്ചിട്ട് തുടങ്ങിയതാണ്. 2000 ഞങ്ങളൊരു സംഘടന രൂപീകരിച്ചു, അയ്യപ്പ സേവാ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു. അന്ന് മുതൽ ഞാൻ തന്നെയാണ് പ്രസിഡന്റ്. ഇപ്പം എന്തൊക്കെയാലും ഇത്ര വർഷമായെങ്കിലും ഇനി ഒരു അടുത്ത തലമുറ ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഭരണമൊക്കെ ഇനി മറ്റൊരാൾക്ക് കൈമാറും. അത് ഇവിടെ നമ്മൾ അടുത്ത സെപ്റ്റംബറിൽ ഇതൊരു AGM വിളിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് നിൽക്കും, കുറച്ച് പേര് പുതിയ ആൾക്കാർ വരും. പുതിയ തലമുറ വരുമല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. ആൾക്കാരൊക്കെ കൊറോണയ്ക്ക് ശേഷം, കൊറോണ സമയത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2-2.5 വർഷം. പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ ഒരു 6 മാസം കൂടി കഴിഞ്ഞു. 6 മാസത്തിന് ശേഷമാണ് പിന്നെ കുറച്ച് വന്ന് ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ വരുമാനത്തിലും കൂടുതൽ ചിലവായത് കൊണ്ട് അങ്ങനെ ബാലൻസ് ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പൊ ഇത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഉള്ള എന്താ പറയാ മറാഠി അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരെ ഇവിടെ ഇതുവരെയും പൂജയെല്ലാം നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പൂജാരിയാണ്. ഇവിടെ മഹാരാഷ്ട്രനോ അല്ലെങ്കിൽ തമിഴന്മാരോ അല്ലെങ്കിൽ മറ്റ് കർണാടകക്കാരോ ആരും ഈ ക്ഷേത്രത്തിൽ ഇതുവരെ പൂജ നടത്തിയിട്ടില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് നല്ല നമ്പൂതിരിമാരെ തന്നെയാണ് കൊണ്ടുവന്ന് ഇവിടെ പൂജ നടത്തുള്ളത്. ഈ ഉമാമഹേശ്വര പൂജ ബുക്ക് ചെയ്യാൻ നേരത്തെ ബുക്ക് ചെയ്യണം, പ്രത്യേക ദിവസം ഉണ്ട്. എല്ലാ മാസവും നമ്മുടെ മലയാള മാസം 1-ാം തീയതിയുടെ അടുത്ത തിങ്കളാഴ്ച, അതിന് 30 തിങ്കളാഴ്ച പറയും. എല്ലാ മാസത്തെയും വരുന്നത് നമ്മുടെ മലയാളം മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഉമാമഹേശ്വര പൂജ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആയില്യ പൂജ എല്ലാ മാസവും ആയില്യം നാളിൽ ഇവിടെ ആയില്യ പൂജ നടത്തുന്നു. 100 പാലം, നമ്മുടെ നാട്ടിൽ പറയുന്ന 100 പാലമാണ് ഇവിടുത്തെ ആയില്യ പൂജ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തിലഹോമം നമ്മുടെ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്, മരിച്ച ആൾക്കാർക്ക് ശാന്തിക്ക് വേണ്ടിയുള്ളതാണ് സങ്കല്പം. അതും ഇവിടെ സവിശേഷമായിട്ട് നടന്നു പോകും. എനിക്കൊന്നു പരമശിവന്റെ ക്ഷേത്രമുള്ള പരമശിവന്റെ ക്ഷേത്രം ഉള്ളതുകൊണ്ടും മഹാവിഷ്ണു ഉള്ളതുകൊണ്ടും ഇത് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അത് തിലഹോമം ഗംഭീരമായിട്ട് ദിവസം 2, 3, 4 ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അമാവാസി ദിവസം കുറെ പൂജ ഉണ്ടാവും. അമ്പലത്തിൽ അങ്ങനെ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട് അല്ലേ? എന്താണ് മാല കിട്ടും? ഞങ്ങൾ ഗ്രൂപ്പ് മാളിയപ്പുറം ഗ്രൂപ്പാണ്. മാളിയപ്പുറം ഗ്രൂപ്പാണ്. എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഈ ഗ്രൂപ്പിലോ 23 പേരുണ്ട്. 23 പേരുള്ള മാളിയ ഗ്രൂപ്പ്. എന്താണ് പരിപാടി ഈ മാളിയപ്പുറത്തെ ഗ്രൂപ്പ്? എല്ലാ മാസത്തിലും ഒരു വ്യക്തിയെ 150 രൂപ വെച്ച് നമ്മൾ ഇതാക്കും. എന്നിട്ട് എല്ലാം ഇതും കൂടെ കൂടി വർഷത്തിൽ ഒരു ദിവസം കുറിച്ച് 1-ന് ഞങ്ങള് ഈ 1 ഡേ പൂജ അന്നദാനത്തോടു കൂടി നടത്തുന്നു. മാളിയപ്പുറം ഗ്രൂപ്പാണ്. അല്ല, ഈ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കുറെ പെണ്ണുങ്ങൾ അങ്ങനെയാ ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായി 22 പേരായി. നമ്മുടെ നിറമാല കെട്ടാനും ഇതിനെല്ലാം ഞങ്ങൾ 22 പേരാ സഹകരിക്കുന്നത്. ദേവീദേവന്മാർക്ക് വേണ്ടുന്ന എല്ലാ ഉടയാടകളും തയ്പ്പിക്കുന്നത് ഇവരാണ്. സ്വന്തമായിട്ട് എത്ര നാളായിട്ട് തയ്ക്കുന്നു? ഈ അമ്പലത്തിലേക്ക് മാത്രമേ തയ്ക്കുള്ളൂ? എല്ലാ മാസത്തെ 1-ാം തീയതിക്കും ആയില്യ പൂജയ്ക്കും പിന്നെ സ്പെഷ്യൽ പൂജ വരുന്നതിന് എല്ലാത്തിനും തയ്ച്ചു കൊടുക്കും. 80കളിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം വാസ്തുകലയുടെ ചാരുതയെ വിളിച്ചോതുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ്. ഹിന്ദുക്കളുടെ എല്ലാ വിശേഷ ദിനങ്ങളിലും വിശേഷാൽ പൂജകളും വഴിപാടുകളും ഇവിടെ നടത്താറുണ്ട്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മലയാളികൾ മാത്രമല്ല
ഇതര ഭാഷക്കാരായ ഭക്തരും സ്ഥിരമായി ദർശനം നടത്തി സായുജ്യമടയുന്നു. പൊതുവെ ബോംബെയിൽ വന്ന ആൾക്കാർ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അവരെല്ലാം നല്ല രീതിയിലാണ്. വളരെ അധികം സത്യവുമാണ്. അങ്ങനെ നിരവധി പേരുണ്ട് നല്ല രീതിയിൽ പോയവർ. എന്നാൽ പരാജയപ്പെട്ടവരുമുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയില്ല, ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹലോ മുംബൈ ഒരു ചെറിയ അഭ്യർത്ഥനയുമായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്റെ ഒപ്പം ഉള്ളത് രാമചന്ദ്രൻ ചേട്ടനാണ്. രാമചന്ദ്രയുടെ നാട്ടിലെവിടെയാണ്? പാലക്കാട്. പാലക്കാടാണ്. കൊല്ലംകോട് എന്ന് പറയും. കൊല്ലംകോടാണ്. എത്ര വർഷമായി ബോംബെയിൽ എത്തിയത്? ബോംബെയിൽ 1961 ജോലി തേടി ബോംബെക്ക് വന്ന. ബോംബെക്ക് എത്ര സ്ഥലങ്ങളിൽ ജോലി ചെയ്തു? ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ആദ്യം മറോൾ, അത് കഴിഞ്ഞു ഗോറിക്കോൺ കഴിഞ്ഞ് പിന്നെ ടാക്ക് മിനിസ്റ്റർ അമ്പർനാഥ്. അതിൻ്റെ ഇടയിൽ കുറെ ടാക്ക് മിനിസ്റ്റർ കഴിഞ്ഞിട്ട് പൂട്ടി. ടാക്ക് മിനിസ്റ്ററി 14 കൊല്ലം ജോലി ചെയ്തു. അത് പൂട്ടി കഴിഞ്ഞപ്പോൾ അവര് ഗുജറാത്തിൽ കൊണ്ടുപോയി കമ്പനി, ഗുജറാത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ കുറച്ചൊക്കെ ജോലി ചെയ്തു. അങ്ങനെ കഴിഞ്ഞ അതിന് ശേഷമാണ് പിന്നെ മുകുന്ദിൽ കോൺട്രാക്റ്റിൽ, ആചാര്യയുടെ കോൺട്രാക്റ്റിൽ ജോലി ചെയ്തു. അന്നൊന്നും ഒരു വീടൊന്നും സ്വപ്നം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പാലക്കാട് മഴ ഒരു പൂത്തേ കിട്ടുള്ളൂ, 2 പൂല് കിട്ടില്ല. അപ്പൊ ഈ കൃഷി കോവിലവുകാരുടെ കൃഷിയായിരുന്നു. ഞങ്ങൾ കോവിലവും കൃഷിയായിരുന്നു നടത്തിയിരുന്നത്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത്ര വണ്ടി നെല്ല് തരണം എന്ന് പറഞ്ഞാൽ അത്ര വണ്ടി നിങ്ങൾ നെല്ലോ പൈസയായിട്ട് ഇങ്ങോട്ട് തരണം. അപ്പൊ അത് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോ ശമ്പളം കിട്ടുന്നത് ചെലവിനെടുത്തിട്ട് ബാക്കിയുള്ള പൈസ നാട്ടിലേക്ക് അയച്ചു വിടും. അങ്ങനെ സമ്പാദ്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജോലിക്ക് ശേഷം പിന്നെ പലഹാരങ്ങൾ പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഭാര്യ ഉണ്ടാക്കി തരും, ഞാൻ കൊണ്ടുപോയി. അതായത് ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹം അങ്ങനെ നാട്ടിലേക്കൊക്കെ പൈസ അയച്ചു. അതുകൊണ്ട് തീർച്ചയായും ഒരു സേവിങ് നടത്താൻ സാധിച്ചില്ല മറ്റു മലയാളികളെ പോലെ. അല്ലായിരുന്നെങ്കിൽ രാമേട്ടനും വലിയൊരു രീതിയിലൊക്കെ വന്നേനെ. പക്ഷെ അതിനുശേഷം പിന്നെ പലഹാരങ്ങൾ പല വീടുകളിൽ കൊണ്ടുപോയി അല്ലേ, അത് ഭാര്യ ഉണ്ടാക്കും, കൊണ്ട കൊടുക്കും. ഇന്നിപ്പോ അതിനും വയ്യ, സൈക്കിളിലാണ് പൊക്കോണ്ടിരുന്നത് അല്ലെ? സൈക്കിളിലാണ് കൊണ്ട കൊടുത്തത്. സൈക്കിളില് അതല്ലേ? ഇപ്പൊ വയ്യ. എത്ര വയസ്സായി ഇപ്പൊ? എത്ര വയസ്സായി? 83 കഴിഞ്ഞ് 84 നടപ്പാ. 4 വയസ്സായി. ഒപ്പം ഭാര്യയുണ്ട്, പിന്നെ കൊച്ചുമക്കള് 3 പേരുണ്ട്. ഇവരുടെയൊക്കെ ചെലവ് നോക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ ആരുടെയും മുമ്പില് കൈനീട്ടുന്ന ഒരാളല്ല, ഒരിക്കലും അങ്ങനെ നീട്ടിയിട്ടുമല്ല ഇതുവരെയ്ക്കും. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ എന്താ പറയാ, ഒരല്പം പ്രശ്നത്തിലാണ്. ഞങ്ങൾ പല പ്രാവശ്യവും രാമചന്ദ്രനോട് ചോദിച്ചപ്പോൾ വരാനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം തീർച്ചയായും അത് ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അല്ലെ? പക്ഷെ എന്നാലും ഒരു ഹെൽപ്പ് ഇന്ന് ആവശ്യമാണ് ഈ ഒരു സമയത്ത് അല്ലെ? തീർച്ചയായും രാമേട്ടനൊരു സഹായത്തിന് നിങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ പറയാൻ. രാമേട്ടൻ നോക്കട്ടെ, നമ്മളെ കൊണ്ട് ആന്തരിക എന്ത് ചെയ്യാൻ പറ്റുമെന്നത് ഞങ്ങള് തീർച്ചയായും ചെയ്യാം. വിഷമിക്കണ്ട. 3 കുട്ടികൾ. ഈ കൊച്ചുമക്കൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. 2 പേര് പഠിക്കുകയാണ്. എത്ര വയസ്സുണ്ട്? അവൾക്ക് ചെറിയവൾക്ക് 10 വയസ്സ് കഴിഞ്ഞു, ഇവൾക്ക് 13 വയസ്സാണ്. മൂത്തവന് 16 കഴിഞ്ഞു. അതല്ലേ? അവരുടെ അമ്മ കൂടെ ഇല്ല. അതാണ്. അപ്പം നിങ്ങളങ്ങനെ 3 പേരും മകനുണ്ട്. പക്ഷെ മകനുണ്ട്, ഉണ്ട്. അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിന് വലിയ വരുമാനമില്ല, ചെറിയൊരു വീട്ടിലാണ്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് താമസം ഇപ്പോൾ. പണ്ടിതൊന്നും വെളിയിൽ കാണിച്ചിരുന്നില്ല. ഉള്ള സമയം കൊണ്ടല്ലേ വെറുതെ കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു നിരവധിയുണ്ട് ഞങ്ങളെ ബോംബെയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇപ്പം സൈക്കിൾ കൊണ്ടുനടക്കാൻ വയ്യ അല്ലേ? അസുഖം എന്താണ്? പറ്റില്ല. ഇപ്പൊ എന്താണ് പ്രശ്നം ആക്ച്വലി? ഇപ്പൊ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ നടക്കാനുള്ള ബാലൻസ് കുറവാണ്. കുറവെന്ന് വെച്ചാൽ തനിയെ നടക്കാം, ഒരു സപ്പോർട്ട് പിള്ളേരെ ഞാൻ അധികം കൊണ്ടുപോകും. ഇല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ചാണ്, സൈക്കിൾ ചവിട്ടിയാണല്ലേ? സൈക്കിളൊന്നും നടക്കാൻ തന്നെ അല്ല, ഇപ്പൊ അല്ലായിരുന്നെങ്കിൽ ആകുമായിരുന്നെങ്കിൽ ചെയ്ത, കാരണം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്ത ഒരാളാണ് അല്ലേ? ഇവിടുത്തെ SNDP ഒരു പ്രവർത്തകനായിരുന്നു അല്ലെ? നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് അസുഖം ബാധിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാമേട്ടന് സ്വന്തമായി നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷനാണ് ഞങ്ങള് രാമേന്ദ്രൻ ചേട്ടനെ കാണുന്നത്. ഇപ്പൊ രാമേന്ദ്രേട്ടൻ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ആണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്നത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാളെ പോണം. നാളെ പോണം ഡോക്ടറെ. എത്ര ചെലവാകുന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതറിയില്ല. അറിയില്ല, കാരണം എങ്ങനെയെങ്കിലും സഹിച്ചങ്ങ് ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യമായി ചെയ്യുന്നതാണ്. പലഹാരമൊക്കെ ഒരുപാട് ഉണ്ടാക്കി വിൽക്കുമായിരുന്നു അല്ലേ? പലഹാരം ഉണ്ടാക്കി വിറ്റു. അതിക്ക് മുന്നേ 20 കൊല്ലം ട്യൂഷൻ എടുത്തു. 8ാം ക്ലാസ് വരെ KG. ശരി. നാട്ടില് പഠിച്ചിട്ട് വന്നിട്ട്. എത്ര വർഷം എടുത്തു ട്യൂഷൻ? 20 കൊല്ലം. 20 വർഷത്തോളം ആൾക്കാർക്ക് വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ചേച്ചിയാണ് അല്ലെ? ഇപ്പൊ വയ്യ, അതാണ്. ഇപ്പൊ വയ്യ അല്ലെ? അതിനുശേഷമാണ് പലഹാരം അല്ലെ? അതിനുശേഷം എന്റെ മകൻ മരിച്ചു. ഡിഗ്രിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കാൻ പറഞ്ഞു. സൂയിസൈഡ് ചെയ്തതാ. അപ്പോ വരണ്ടായി. 28 കൊല്ലം കഴിഞ്ഞു. 28 വർഷമായി കഴിഞ്ഞു. അതിനുശേഷം കുട്ടികൾക്ക് പേടിയായിട്ട് വരാണ്ടായി. പിന്നെ 3 കുട്ടികളൊക്കെ ആയി. അപ്പൊ 3 കുട്ടികളായപ്പോ എന്തിനും 3 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പലഹാരപ്പണി തുടങ്ങിയത്. ഇളയ മകൻ മരിച്ചതിന് ശേഷമാണ് പിള്ളേർ ട്യൂഷന് വരാതിരുന്നല്ലേ? എത്ര പേരുണ്ടായിരുന്നു ട്യൂഷൻ? പേടിച്ചിട്ട് 19 പിള്ളേരുണ്ടായിരുന്നു. 50ഓളം വേറെ വേറെ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിരുന്നു. 50ഓളം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത ചേച്ചിയാണ്. പക്ഷെ ഈ മകൻ മരിച്ച ശേഷം അവർ പേടിച്ചിട്ട് വന്നില്ല അല്ലേ? ഇത് ഇവിടെ തന്നെയായിരുന്നു? അത് എവിടെയായിരുന്നു എടുത്തിരുന്നത്? ഇവിടെ തന്നെയാണ് ട്യൂഷൻ തുടങ്ങിയത്. വിദ്യ പകർന്നു കൊടുത്തതല്ലേ? തീർച്ചയായും അവരാരോ കാണുന്നുണ്ട്, അവർ വരും, സഹായിക്കും. ഈ കുട്ടികളെ ഞാൻ പഠിപ്പിക്കാണ്. ഈ കുട്ടികളല്ലേ? ഇപ്പോൾ ഉള്ള 3 കൊച്ചുമക്കളെ പഠിപ്പിക്കുകയാണ്. എത്രാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ 8 വരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ മാത്സ് ഇത്തിരി പ്രയാസമാണ്. ബാക്കിയൊക്കെ പഠിപ്പിക്കാൻ കുഴപ്പമില്ല. ശരി. നമ്മള് നാട്ടില് മലയാളം മീഡിയത്തിൽ പഠിച്ചാണ്. എന്നാലും എന്റെ മക്കളെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. പിന്നീട് അതും ഇല്ലാതെ ഇപ്പൊ പിള്ളേരെ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല ട്യൂഷൻ എടുക്കാൻ. അതെ, പ്രായമായി. രാമേട്ടനുള്ളത് അംബർനാഥ് ഭവാനി ചോക്ക് എന്നൊരു സ്ഥലത്താണ്. ഇതിന്റെ ഉള്ളില് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ്. ഇവര് താമസിക്കുന്നത് 4 പേരാണ് ആ ഒരു ചെറിയ റൂമിൽ. നിഖിൽ, അവർക്ക് വേണ്ട സഹായം നമ്മുടെ പ്രേക്ഷകർ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുമുള്ളത്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പവേഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്.